യെസ്, കൊള്ളാം അനുഷ്ക ചേച്ചിയുടെ അമ്മ തയ്ച്ചു തന്നതാ. ആണോ? ആഹാ. അത് ശരി. ഓ. ഗംഭീരാണല്ലോ. താങ്ക് യു. ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം കൂടി നടക്കണ്ടല്ലേ? ഒരു സംശയമുണ്ട് എനിക്ക്. ഇപ്പൊ ചുന്ദരിയായിട്ട് വന്നോണ്ടിരിക്കുകയാണോ? ആണോ? ഇതെങ്ങനെയാ? എന്താ ഇതിന്റെ രഹസ്യം? അറിയില്ല അറിയില്ല. പറയില്ല. കുഞ്ഞാരക്കുട്ടി, എന്തോ മധുവിനെ പാട്ട് കപ്പിച്ചു കേട്ടോ. നമ്മുടെ പാട്ട് ആണോ? മധു നമ്മുടെ സിനിമയിൽ ഒരു പാട്ട് പാടുന്നുണ്ട്. ഏ അപ്പൊ അതിനു വേണ്ടി വന്നപ്പോഴാണ് കേട്ടത്. ഓ യെസ്. മധു എങ്ങനെയുണ്ടായി? അടിപൊളിയല്ലേ? താങ്ക് യു സാർ. എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ ഗായികയെ പോലെയാണ് പാടി വെച്ചിരിക്കുന്നത്. താങ്ക് യു സാർ. അതെ, ശോ. എന്ത് രസമായിരുന്നു. അതെ, സ്റ്റുഡിയോയിൽ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ കേട്ടു, ആസ്വദിക്കുകയായിരുന്നു. താങ്ക് യു സാർ. അതെ 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 അതെ. നമ്മുടെ ഡയറക്ടർ വിജി തമ്പിച്ചേട്ടൻ കേട്ടു, അദ്ദേഹം പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസർ എവർഷൈൻ മണി സർ കേട്ടു. എല്ലാവരും ഗംഭീരം എന്നുള്ള അഭിപ്രായമാണ്. യെസ്. നമുക്കിനി എന്താ കേൾക്കാൻ പറ്റുക? നമുക്ക് കുറച്ച് നാളിനുള്ളിൽ ഗൗതം ഗംഭീരമായിട്ട് നമുക്ക് കേൾക്കാം. ഇവിടെ മറ്റുള്ള കുട്ടികളും പാടാനില്ലേ? ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അതില് ആണോ? ഒന്നിച്ച് കൂടെ പാർട്ടിസിപ്പേറ്റ് പാടും. ചെയ്യുന്നുണ്ട്. അതെ അതെ. എല്ലാരും കാത്തിരിക്കുകയാണ് കേൾക്കാൻ. അതെ. അതെ. യെസ്. എന്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആഹാ. ഓ, ഈ കുഞ്ഞു പിള്ളേരോ? ഇതൊക്കെ cousins ആ? അതെല്ലാം കസിൻസ്. ഹലോ. എത്ര പേരാ നോക്കിയേ. ഉടുപ്പിട്ട ആ. അവള് എന്താ എന്റെ അനിയത്തിയാണ്. ആഹാ. എവിടെ പെൺകുടുംബ സ്വന്തം അനിയത്തിയാ? എന്താ പേര് ഉണ്ണിയുടെ? സ്വന്തല്ല, കസിൻ. അച്ഛന്റെ ചേട്ടന്റെ. ആ, ആ. യെസ്. അയ്യോ, പപ്പന്റെ പപ്പനോ? ശ്രീ പത്മനാഭൻ. അതാരാ? ശ്രീ പത്മനാഭൻ. ആ, അതാണ് ഓക്കേ. ശ്രീപത്മ. ഓക്കേ, ഓക്കേ. ഹായ് പിന്നെ പപ്പൻ. മാധവൻ, പിന്നെ പിന്നെ യാമി. 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 അതാരാ? ആ, അതാണ് യാമി എവിടെ? ഓക്കേ. അതാണ് ഈ ഹായ് യാമി. ഓ പിന്നെ യാമി. ഞാൻ പറഞ്ഞ അവള് എന്താ ടോപ്പ് സിംഗറില് ടോപ്പ് സിംഗർ ഭയങ്കര ഇഷ്ടാണ്. അപ്പൊ ആഹാ. ടോപ്പ് സിംഗറില് അടുത്ത പ്രാവശ്യം വരാൻ വേണ്ടിട്ട് പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്. ആരാ? ആണോ? ആഹാ, ഇപ്പഴേ ഋത്വിക എന്ന പേര്. തനു പ്രിപ്പറേഷൻ തുടങ്ങിയല്ലേ? എവിടെ കൈ പൊക്കിയാ നോക്കട്ടെ. ഋത്വിക. ആ. അപ്പൊ വരികയാണെങ്കിൽ ലിറ്റിൽ ഏഞ്ചലായിട്ടാണോ മത്സരിക്കാനാണോ വരിക? മത്സരിക്കാൻ. ആണോ? മത്സരിക്കാൻ. പിടിക്കാണല്ലേ? ആ അത് ശരി. ആഹാ. ഇവിടെ അങ്ങനെ എവിടെ പല്ലില്ലാത്തവർക്ക് നന്നായി പാടും. ഇല്ലേ കുഞ്ഞേ? ചിരി സഹിക്കാൻ വയ്യതിന്. തൃശ്ശൂര് കാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കേച്ചേരി വേറെ ഉണ്ട്, ഗുരുവായൂർ പോകുന്ന വഴിക്ക്. ആ. നമ്മുടെ യൂസഫലി കേച്ചേരി സാറിന്റെ നാട്. അതല്ല, ഇത് കാച്ചേരി. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടുത്തെ ചേച്ചിമാര് പ്രത്യേകം പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു. ഞാനും പ്രത്യേകം കാരണം എനിക്ക് ഇനി അതിൽ കൂടെ പോകാനുള്ളത് അവരെനിക്ക് എന്നെ കൊച്ചു പിടിച്ചിരിക്കും. വണ്ടി നിർത്തിയിടും അതെ അതെ. പോണ വഴിക്ക്. ഓക്കെ. അപ്പൊ സുഭദ്രക്കുട്ടി എന്തോ ഇന്ന് രവീന്ദ്രൻ മാസ്റ്റർ റൗണ്ടിലാണ് അല്ലെ പെർഫോം Yes. ചെയ്യാൻ പോകുന്നത്. ആ. വെണ്ണക്കൽ കൊട്ടാരവാതിൽ. അതെ. യെസ്. നന്നായി പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? ആ മൂവി അമ്മക്കിളിക്കൂട് ഉം. 2003. ആ. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്പുറം സാറാണ്. പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം രവീന്ദ്രൻ മാസ്റ്റർ ആണ്. പാടിയിരിക്കുന്നതോ? പാടിയതോ? അയ്യോ സോറി, കെ ജയേഷ്ദാസ് സാറാണ്. യെസ്. അയ്യോ, ഞാൻ മ്യൂസിക്കാണ് വിചാരിച്ചത്. സോറി. യെസ്. ആ അത് പിന്നെ നമുക്കറിയാലോ. അതെ അതെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും. സങ്കൽപ്പ സൗഗന്ധികങ്ങൾ നമുക്കായി വിടരും. പുതിയൊരു പുലർക്കാലം തിരിയൊഴിയുകയായി. മിഴിനീർ തുടയ്ക്കുക ഇനി നീ തനിച്ചല്ലെന്നറിയുക കൺമണി. പോരു പോരു വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും. നീയില്ലെങ്കിൽ ഞാനില്ലെന്ന കാതിലോതും മേടക്കാറ്റ്. പാദസരം പൊന്നിൽ തീർക്കാം മണ്ണിൽ വരും കന്നിത്തിങ്കൾ.
മലയിലമൃതമഴയിലുയിരു കുളിരും പെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും. നേരം നല്ല നേരം നോക്കും, നാലു നീലപ്പന്തൽ തീർക്കും. പള്ളിയറ മഞ്ചത്തിൽ നാം പഞ്ചവർണ്ണ കിളികളാകും. പട്ടുപുടവയുലയും നിൻ കുപ്പിവളകളുടെയും കണ്ടുലയണമേയിൽ കരിവണ്ടു പോലനലയും. ഓണങ്ങളിൽ നാം ഇലയായൊഴുകും, കനവിലുരുകിയലയും ഇരവിൻ മധുരം നോണയും പെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും. സങ്കൽപ്പ സൗഗന്ധികങ്ങൾ നമുക്കായി വിടരും. പുതിയൊരു പുലർക്കാലം തിരിയൊഴിയുകയായി. മിഴിനീർ തുടയ്ക്കുക ഇനി നീ തനിച്ചല്ലെന്നറിയുക കൺമണി. പോരു പോരു പെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും. വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. പൊയ്ക്കെ അങ്ങോട്ട് മുഖം കണ്ടോ? 96 പറഞ്ഞപ്പോഴത്തേക്കും പേടിയായിരുന്നു. കയ്യൊക്കെ വേർത്തു അല്ലേ? അത് ഉടുപ്പില് തുടക്കണേ കയ്യെ അല്ലേ? ടെൻഷനായില്ലേ? ഒരു മാർക്ക് കൂട്ടാട്ടാ. കോട്ടെ കുഞ്ഞാരല്ലേ? ഏയ് അത്ര പോരാന്ന്. എന്നാ ഒന്നുകൂടെ കൂട്ടാ. എന്താ? 98 മതിയല്ലേ എം ജെ സാർ? അല്ലേ മച്ചേട്ടാ? 98 പോരെ? 98 അല്ലേ? കുറച്ചുകൂടി എന്താ പറയാ, അവസാനം ഒരു ബ്രെത്ത് പോയോന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. ലാസ്റ്റ് ചരണത്തിന്റെ എൻഡ് ചെറിയൊരു ബ്രെത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഒരു മാർക്കും കൂടെ കൊടുക്കാം. ലാസ്റ്റ് ഫിനിഷിംഗും കുറച്ചും കൂടി ക്ലാരിറ്റി വേണം തോന്നുന്നു. യെസ്. അപ്പൊ കുഞ്ഞാറ്റക്കിളി എന്തോ 99.25 ഔട്ട് ഓഫ് 100. താങ്ക് യു.